വെൽക്കം ബാക്ക്. ADOOR My world എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഇത് ഖത്തറിലേക്കുള്ളതാണ്, ലോങ് ടൈം ജോബാണ്. ഇത് പൈപ്പ് ലൈൻ്റെ ഫാബ്രിക്കേഷൻ അങ്ങനെയുള്ള വർക്കിൻ്റെ പണികളാണ്. ഇതിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് ജയന്മത്തെയാണ്, ബോംബെയാണ്. അപ്പം എന്തൊക്കെയാണ് അപ്ഡേഷനുകളെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് അന്ന് ആദ്യം തന്നെ എൻ്റെ വീഡിയോകൾ കാണുവാനും CV അയക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസികൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു ഖത്തറിലേക്കുള്ള വേക്കൻസി ആണെന്ന് പറഞ്ഞു, ലോങ് ടൈം ആണ്. അതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഏജൻസി ബോംബെയാണ്, ജയന്മത്തെയാണ്. ബോംബെയിലെ ഏറ്റവും പഴയ ഏജൻസികളിലൊന്നായ ജയന്മത്തെയാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നല്ല 100% വിശ്വസനീയമായ ഒരു ഏജൻസിയാണ് ജയന്മത്ത. അപ്പം ഇതിൻ്റെ ഇൻ്റർവ്യൂ മോഡെന്ന് പറയുന്നത് സ്കൈപ്പും IMO ഒക്കെയാണ്. അപ്പം നിങ്ങൾ ആദ്യമേ CV ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോകൾ പറയാറുണ്ട്, നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യുമ്പോൾ IMO നമ്പരും സ്കൈപ്പ് ID വാട്സപ്പ് നമ്പറുകളും ഒക്കെ മെൻഷൻ ചെയ്യുക. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ, ഇതാണ് എൻ്റെ സ്കൈപ്പ് ID അല്ലെങ്കിൽ IMO നമ്പർ എന്ന് പറഞ്ഞ് പ്രത്യേകം മെൻഷൻ ചെയ്ത് ആ CV അപ്ഡേറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ CV കറക്റ്റായിട്ട് അതിൻ്റെ യോഗ്യതകളുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങളെ ഓഫീസിൽ നിന്ന് അറിയിക്കുകയും അതനുസരിച്ച് ഇൻ്റർവ്യൂ എന്താണെന്നുള്ളത് ഒക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേക്കൻസികൾ നോക്കാം. ഇതിൻ്റെ അകത്ത് അതുകൊണ്ടൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ഒരു 10-12 വേക്കൻസി ഉണ്ട്. അല്ല പൈപ്പിങ്ങിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വെൽഡിങ്ങിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് റിഗിങ്ങും അങ്ങനെ പെയിൻറ്റിങ്ങും അങ്ങനെ ബെല്ലാസ്റ്റിങ്ങിൻ്റെയും ബ്ലാസ്റ്ററിൻ്റെ ഒക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇത് ജനറലായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട്. അപ്പം നിങ്ങളാരും വിഷമിച്ച് സ്കിപ്പ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ മൊത്തം ഇരുന്ന് കാണുക, നിങ്ങളുടെ വേക്കൻസികൾ ഇതിൽ കാണും. ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്നതിലായിരിക്കും നമ്മുടെ ഭാവി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ഒരു 5 മിനിറ്റ് സമയം കളഞ്ഞെന്ന് പറഞ്ഞ് അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായി തീരത്തില്ല. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. റിഗിങ് സൂപ്പർവൈസറുടെ വേക്കൻസി ഉണ്ട്, 10 നമ്പർ ആൾക്കാരെ വേണം. അതുകൊണ്ട് തന്നെ സീനിയർ വെൽഡർ ഫോർമാൻ്റെ വേക്കൻസി ഉണ്ട്, അതും വേണം 6 നമ്പർ. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ, 50 പേരെയാണ് ആവശ്യമുള്ളത് സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററിൽ. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ഫിറ്ററുടെയും വേക്കൻസി ഉണ്ട്, അതും 50 പേരെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബ്ലാസ്റ്റർ കം പെയിൻറ്ററാണ്, അതിൻ്റെയും 30 പേരെയാണ് ആവശ്യമുള്ളത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്പ്രേ പെയിൻറ്ററാണ്, അത് 25 പേര് വേണം. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് വെൽഡേഴ്സാണ്, വെൽഡർമാർ 30 പേരെ ആവശ്യമുണ്ട്. അടുത്ത കാറ്റഗറി വരുന്നത് ഫാബ്രിക്കേറ്റർ സൂപ്പർവൈസറാണ്, അത് 10 പേരുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൈൻഡറുടെ ആവശ്യമുണ്ട്, അത് 50 പേരെ ആവശ്യമുണ്ട്. ഈ വലിയ കാറ്റഗറി ഗ്രൈൻഡർ, അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ഫാബ്രിക്കേറ്റർ, സ്ട്രക്ചറൽ ഫിറ്റർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 50 പേരെയോളം ആവശ്യമുണ്ട്. അപ്പം നിങ്ങളത് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. ഇത് 50 പേരെ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പുറമോട്ട് വയ്ക്കരുത്, നമ്മൾ അയച്ചു കൊടുക്കുക. ചിലപ്പോൾ ആ 50 പേരിൽ ഒരാൾ നമ്മളായിരിക്കാം. അടുത്ത കാറ്റഗറി വരുന്നതാണ് ഫയർ ഹോൾ വാച്ചർ, ഫയർമാൻ ആൻഡ് ഹോൾ വാച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്, അതും 50 വേക്കൻസിയോളം ഉണ്ട്. ആരൊക്കെയോ നേരത്തെ ചോദിച്ചിരുന്നു ഫയർമാൻ്റെയോ ഹോൾ വാച്ചറിൻ്റെയൊക്കെ വേക്കൻസി ഉണ്ടോയെന്ന്, അപ്പോൾ അതും 50 ഉണ്ട്. അടുത്ത കാറ്റഗറിയാണ് ഫാബ്രിക്കേറ്റർ, ഫിറ്റർ, അതുകൊണ്ടൊക്കെ തന്നെ പൈപ്പ് ലൈൻ ഫോളോയിങ്. ഈ 3 കാറ്റഗറിയിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഫാബ്രിക്കേറ്റർ, ഫിറ്റർ, പൈപ്പ് ലൈൻ ഫോളോയിങ്, ഇതിലേക്ക് 30 പേരെ ആവശ്യമുണ്ട്. ഇത്രയാണ് നമ്മുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം സ്കിപ്പ് ചെയ്ത് പോയായിരുന്നെങ്കിൽ പെയിൻറ്റർമാർക്കും അതുകൊണ്ടൊക്കെ തന്നെ ബ്ലാസ്റ്റർമാർക്കും ഒക്കെ ജോബ് നഷ്ടപ്പെട്ടു പോയേനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ മെനക്കെട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വേക്കൻസി നിങ്ങൾക്ക് കിട്ടേണ്ടതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 2 മെയിൽ ID ഇടുന്നുണ്ട്, നിങ്ങളതിൽ മെയിൽ IDയിൽ CV സെൻഡ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ ടൈമൊന്നും പറഞ്ഞിട്ടില്ല, ആദ്യമേ ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങളെ ഇൻ്റർവ്യൂവിൻ്റെ ടൈം എന്താണെന്നുള്ളതൊക്കെ
പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഓഫ്. എസ്കേഡ് ഓഫ് മൈ വേൾഡ്.